നൈസ് തങ്കാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 5ാം ക്ലാസ് കൂട്ടുകാരുടെ അടിസ്ഥാന പാഠാവലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനവുമായിട്ടാണ്. സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഫസ്റ്റ് ടെർമിനൽ ഇവാലുവേഷൻ 2024-25 അടിസ്ഥാന പാഠാവലി സ്റ്റാൻഡേർഡ് 5. നിർദ്ദേശങ്ങൾ നോക്കൂ. ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ വായിക്കാനും ഇഷ്ടമുള്ളവ തിരഞ്ഞെടുക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കണം. ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കി വേണം ഉത്തരം എഴുതുവാൻ. ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം ഇവ പരിഗണിക്കണം. 6 പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. 5 സ്കോർ വീതം. ഓക്കെ, ഇത് പൊതുനിർദ്ദേശമാണ്. കൂട്ടുകാർക്കൊക്കെ പൊതുനിർദ്ദേശങ്ങൾ നല്ലപോലെ അറിയാം അല്ലേ? അപ്പോൾ ഇനി പ്രവർത്തനത്തിലേക്ക് വരാം. പ്രവർത്തനം 1. കേരളത്തിൽ വളരെയധികം നാടൻ കളികളുണ്ട്. ഗ്രാമങ്ങളുടെ ആത്മാവ് തന്നെ നാടൻ കളികളിൽ കുടികൊള്ളുന്നു. ഈർക്കൽ കളി, 100-ാം കോൽ, റാണിയും മക്കളും എന്നൊക്കെ പറയുന്ന ഒരു കളി. വലിയ 2 ഈർക്കിൽ 10 ഇഞ്ച് നീളത്തിൽ, പിന്നെ ചെറിയതും വണ്ണം കൂടിയതും കുറഞ്ഞതും 4-5 ഇഞ്ച് നീളത്തിൽ എടുക്കുക. ചെറുതിൻ്റെ വില 10, വലുതിന് 100 എന്ന് കണക്കാക്കുന്നു. ഈർക്കിൽ വലുത് നീട്ടിപ്പിടിച്ച് അതിന് കുറുകെ ചെറിയ ഈർക്കിൽ കുരിശുപോലെ പിടിച്ച് ചെറിയ ശക്തിയിൽ തറയിലിടുന്നു. ചിതറിയതിലെ ഓരോ ഈർക്കിൽ എടുത്ത് മറ്റ് ഈർക്കിൽ അനങ്ങാതെ ഓരോന്നായി എടുത്ത് കിട്ടിയ ഈർക്കിലിൻ്റെ വിലയ്ക്കനുസരിച്ച് ജയവും തോൽവിയും തീരുമാനിക്കും. കൂട്ടുകാർ കളിച്ചിട്ടുണ്ടോ ഈ ഈർക്കിൽ കളി? ഈർക്കിലിന് വില നൽകിക്കൊണ്ടാണ് കളിക്കുന്നത്. അനങ്ങാതെ എടുക്കുന്ന ഈർക്കിലുകളുടെ വിലയാണ് അതിൻ്റെ ജയവും തോൽവിയും ഒക്കെ നിശ്ചയിക്കുന്നത്. കൂട്ടുകാർ കളിച്ചിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നീ ചോദ്യം നോക്കൂ. ശീർഷകം നൽകൂ. ഇവിടെ തന്നിരിക്കുന്ന ഒരു നാടൻ കളി, ഒരു ഈർക്കിൽ കളിയെക്കുറിച്ചാണ് തന്നിരിക്കുന്നത്. അതിന് ഒരു ശീർഷകം നൽകുക. എന്ത് കൊടുക്കാം? നാടൻ കളി, അല്ലെങ്കിലോ 100-ാം കോൽ, റാണിയും മക്കളും, അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അടുത്ത നോക്കൂ. വലിയ ഈർക്കിലിന് വേണ്ട നീളം എത്രയാണ്? വലിയ ഈർക്കിലിന് എത്ര നീളമാണ് വേണ്ടത്? 10 ഇഞ്ച്. 10 ഇഞ്ച് നീളത്തിലാണ് വലിയ ഈർക്കിലെടുക്കുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യം നോക്കൂ. ഈ കളിയിലെ ജയം തോൽവി എങ്ങനെ തീരുമാനിക്കാം? ഈർക്കിൽ കളിയിലെ ജയവും തോൽവിയും എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഈർക്കിൽ അനങ്ങാതെ ഓരോന്നായി എടുത്ത് കിട്ടിയ ഈർക്കിലിൻ്റെ വിലയ്ക്കനുസരിച്ച് ജയവും തോൽവിയും തീരുമാനിക്കും അല്ലേ? ഈർക്കിലെടുത്ത് മറ്റ് ഈർക്കിലുകൾ അനങ്ങാതെ ഓരോന്നായി എടുത്ത് കിട്ടിയ ഈർക്കിലിൻ്റെ വിലയ്ക്കനുസരിച്ചാണ് ജയവും തോൽവിയും തീരുമാനിക്കുന്നത്. യെസ്, അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാമല്ലോ. പ്രവർത്തനം 2. പ്രവർത്തനം 2 നോക്കൂ. പന്ത് കളിക്കാനൊരു പെൺകുട്ടി എന്ന പാഠഭാഗം പഠിച്ച് അന്ന് വീട്ടിൽ ചെന്ന് അമ്മയോട് നിങ്ങൾ ഇതെല്ലാം പറഞ്ഞു. അപ്പോഴും സുമംഗല മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങളത് ഡയറിയിൽ പകർത്താൻ തീരുമാനിച്ചു. ആ ഡയറി എങ്ങനെയാവും എഴുതുക? എഴുതി നോക്കൂ. അപ്പോൾ ആൺകുട്ടികളെ പോലെ ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയാണ് സുമംഗല. അപ്പോൾ എന്നെ കൂടി കളിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൺകുട്ടികൾ അവൾ എന്ത് ചെയ്തു? കളിയാക്കി അല്ലേ? പക്ഷേ പെൺകുട്ടികൾക്കും ഫുട്ബോൾ കളിക്കാൻ കഴിയുമെന്നും പെൺകുട്ടികളും ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ള അറിവ് നമ്മൾ പാഠഭാഗത്ത് കണ്ടതാണ്. അപ്പോൾ ആ പാഠഭാഗം പഠിച്ചതിന് ശേഷം വീട്ടിൽ പോയിട്ട് നിങ്ങൾ എഴുതുന്ന ഡയറി കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. ഡയറി കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ഡേറ്റ് എഴുതുക. ഡേറ്റ് എഴുതിയതിന് ശേഷം വേണം എന്ത് ചെയ്യേണ്ടത്? ഡയറി എഴുതാനായിട്ട്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഡയറി തയ്യാറാക്കുക. ഡയറി തയ്യാറാക്കുമ്പോൾ സുമംഗലയുടെ ആഗ്രഹം എന്താണെന്നും അത് നിങ്ങളെ എങ്ങനെ സ്വാധീനിച്ചുവെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. നമ്മൾ നിത്യവും ഡയറി എഴുതുന്ന ആളാണെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റു, പല്ല് തേച്ചു, കുളിച്ചു, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഓക്കെ,
ആ ദിവസത്തിൻ്റെ വളരെ പ്രാധാന്യമുള്ള വിവരങ്ങളും വിശേഷങ്ങളുമാണ് എന്ത് ചെയ്യേണ്ടത്, ഡയറിയിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ? അടുത്ത മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ. ടോമോയിലെ കായികമേളയിലെ എല്ലാ ഇനങ്ങളിലും ഒന്നാമതായത് ആരായിരുന്നു? ആരാണ് എല്ലാ ഗെയിമിലും വിജയിച്ചത്? തക്കാഹാഷി. തക്കാഹാഷിയാണ് എല്ലാ ഗെയിമിലും വിജയിച്ചത്. തക്കാഹാഷി. അത് നോക്കൂ, മാതൃക പോലെ പൂരിപ്പിക്കുക. മാതൃക. അവൾക്കൊരിക്കലും, അവൾക്ക് പ്ലസ് ഒരിക്കലും പിരിച്ചെഴുതിയിരിക്കുകയാണ് അല്ലേ? അവൾക്ക് പ്ലസ് ഒരിക്കലും. അടുത്തത് ഒന്നാമതെത്തി. ഒന്നാമതെത്തി അതിനെങ്ങനെ പിരിച്ചെഴുതാം? ഒന്നാമത് പ്ലസ് എത്തി. ഒന്നാമത് പ്ലസ് എത്തി. ഒന്നാമതെത്തി. യെസ്, ക്ലിയർ ആയല്ലോ? അവിടെ നോക്കൂ, മാതൃക. കാട്. കാട്, കാനനം, അടവി. പര്യായ പദമാണ് തന്നിരിക്കുന്നത് അല്ലേ? പര്യായ പദം. പര്യായ പദം എന്ന് വെച്ചാൽ അറിയാലോ, ഒരേ അർത്ഥം വരുന്ന പല വാക്കുകൾ. ഇപ്പോൾ കാട്, അടവി, കാനനം, വനം, ഇതൊക്കെ കാടിൻ്റെ പര്യായ പദങ്ങളാണ്. അതുപോലെ പശുവിൻ്റെ പര്യായ പദം എഴുതുക. പശു, ഗോവ്, ധേനു, മഹേയി, പയ്യ്, ഇതൊക്കെ പശുവിൻ്റെ പര്യായ പദങ്ങളാണ്. കൂട്ടുകാർ ഗോവും ധേനുവും പയ്യുമൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. പ്രവർത്തനം 4. മത്സരമല്ലാത്ത കളികളാണ് കണ്ണനും കൂട്ടുകാരും കളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കളി അനുഭവം നിങ്ങൾ എഴുതി നോക്കൂ. നിങ്ങൾ കളിച്ചിട്ടുള്ള മത്സരമല്ലാത്ത ഒരു കളി അനുഭവം എഴുതുക. കളി അനുഭവം എഴുതുമ്പോൾ കളി എന്താണ്, എങ്ങനെയാണ് അത് കളിക്കുന്നത്, അത് കൊണ്ട് കിട്ടുന്ന ആനന്ദം അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉന്മേഷവും ഉത്തേജനവും ഒക്കെ നമുക്ക് കളികളിൽ നിന്ന് ലഭിക്കാറുണ്ടല്ലേ? അതൊക്കെ എന്ത് ചെയ്യണം, ആ ഒരു വിവരണത്തിൽ എഴുതി ചേർക്കണം. ആ കളി എങ്ങനെയാണ് നിങ്ങൾ ആസ്വദിക്കുന്നത്, അതിൻ്റെ മേന്മയും മഹത്വമൊക്കെ എന്താണെന്ന് അതിനകത്ത് എഴുതണം. അടുത്ത ചോദ്യം, ടോമോയിലെ വടംവലി നിയന്ത്രിച്ചിരുന്നത് ആരെല്ലാമാണ്? ടോമോയിലെ വടംവലി നിയന്ത്രിച്ചിരുന്ന ആരാണ്? യാസാക്കി-ചാൻ അല്ലേ? യാസോക്കി-ചാൻ. യാസോക്കി-ചാൻ ആണ്. അതായത് വടംവലിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത കുട്ടിയായിരുന്നു ആര്? യാസാക്കി-ചാൻ. അതുകൊണ്ട് വീൽചെയറിലിരുന്ന് എന്ത് ചെയ്യുകയായിരുന്നു? വടംവലി നിയന്ത്രിക്കുകയായിരുന്നു. ആ തൂവാലയിൽ തന്നെ കണ്ടു നട്ടിരിക്കുകയായിരുന്നു അല്ലേ? ആര്? യാസോക്കി-ചാൻ. അടുത്ത പ്രവർത്തനം 5. കൊബായാഷി മാസ്റ്ററുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. നമുക്ക് ഒരു കഥാപാത്ര നിരൂപണം തരുമ്പോൾ അത് ഏത് കഥയിലെ കഥാപാത്രമാണ് എന്ന് എഴുതുക. ആ കഥ ആരാണ് എഴുതിയത്, ആ കഥയിൽ ആ കഥാപാത്രത്തിനുള്ള പ്രാധാന്യം എന്താണ്, ആ കഥാപാത്രം ആ കഥയെ എങ്ങനെയാണ് നയിക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, കഥാപാത്ര നിരൂപണത്തിൽ എഴുതണം. ടോമോയിലെ കായികമേള എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് കൊബായാഷി മാഷ്. വ്യത്യസ്തമായ പഠന രീതിയാണ് ടോമോയിലേത്. കൊബായാഷി മാസ്റ്റർ വ്യത്യസ്തമായ കായിക ഇനങ്ങളാണ് അവിടെ നടത്തിയിരുന്നത്. കായിക സാമഗ്രികളൊന്നുമില്ലാതെ ലഭ്യമായ സൗകര്യത്തിൽ മത്സരങ്ങൾ നടത്തിയിരുന്നു. സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിക്കുന്ന തരത്തിലായിരുന്നു മാഷ് ഓരോ പരിപാടിയും ആസൂത്രണം ചെയ്തിരുന്നത്. ഏവരെയും രസിപ്പിക്കുന്ന തരത്തിലാണ് കൊബായാഷി മാഷ് ഓരോ മത്സര ഇനങ്ങളും നടത്തിയിരുന്നത്. 6ാമത്തെ പ്രവർത്തനം നോക്കൂ. നിങ്ങളുടെ വിദ്യാലയത്തിൽ നടന്ന കായികമേളയിൽ നിങ്ങൾക്ക് ദൃക്സാക്ഷി വിവരണത്തിന് ഒരവസരം ലഭിച്ചു എങ്കിൽ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കുക. ദൃക്സാക്ഷി വിവരണം എല്ലാവർക്കും അറിയാലേ, ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കാണുമ്പോൾ നമ്മളെ ത്രസിപ്പിക്കുന്നത് ആ കളിക്കാരുടെ കളിക്കൊപ്പം ബൗണ്ടറിയിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു ദൃക്സാക്ഷി വിവരണമാണ് അല്ലേ? അവിടെ ഗ്രൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മളെ മുൻകൂട്ടി കാണിക്കുന്ന തരത്തിലാണ് ദൃക്സാക്ഷി വിവരണം നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അത്തരത്തിലായിരിക്കണം ദൃക്സാക്ഷി വിവരണം എഴുതേണ്ടത്. സൂചകങ്ങൾ തന്നിട്ടുണ്ട്. ആർപ്പുവിളികളോടെ ആരവങ്ങളോടെ മുന്നേറുന്ന ഓരോ വ്യക്തികളെയും ചേർത്ത് നിമിഷനേരം കൊണ്ട് മാറി മറിയുന്ന സ്കോർ ബോർഡ്, ഇതൊക്കെ എന്താണ് ദൃക്സാക്ഷി വിവരണം എഴുതുന്നതിനുള്ള ഒരു സൂചകങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് വേണം എഴുതാൻ. മത്സരങ്ങൾ എപ്പോഴും 2 ടീമുകൾ തമ്മിലായിരിക്കും. അപ്പോൾ ആർപ്പുവിളികളോടെ മുന്നേറുന്ന കളിക്കാരെ, ആരവങ്ങളോടെ
കാണികൾ വരവേൽക്കുന്നു. എന്നിട്ട് ഗെയിമിലുള്ളവരെ കളിക്കാരുടെ പേരുകൾ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, അവരെ പരിചയപ്പെടുത്താനും പറയാനുമൊക്കെ സാധിക്കും. നിമിഷ നേരം കൊണ്ട് മാറി മറിയുന്ന സ്കോർ ബോർഡ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് ഈ ടീം മുന്നേറുകയാണ്. ഇല്ല അതാ അടുത്ത ടീം മുന്നേറിക്കൊണ്ട് നിൽക്കുകയാണ്, ഇതിലാര് വിജയിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വേണം എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കേണ്ടത്. ഓക്കെ, കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.